നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിഞ്ഞാലക്കുട. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ സംസ്ഥാനത്തെ പുരോഗതിയിലേക്ക് നയിക്കാനുള്ള കർമ്മ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. ഇരിങ്ങാലക്കുട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് മുകളിൽ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLAയുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ, KPCC ജനറൽ സെക്രട്ടറി സോണിയാഗിരി, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ ആന്റോ പെരുമ്പള്ളി, TV ചാർലി, KK ശോഭനൻ, സതീഷ് വിമലൻ, ഘടകകക്ഷി നേതാക്കളായ KA റിയാസുദ്ദീൻ, മിനി മോഹൻദാസ്, റോക്കി ആളൂക്കാരൻ, PB മനോജ് എന്നിവർ പങ്കെടുത്തു. നമ്മുടെ ഗവൺമെന്റ് 54 ദിവസം കൊണ്ട് തന്നെ വലിയ തോതിൽ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റ് ധാരാളം നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ അരാജകത്വ ഭരണത്തിൽ നിന്ന് കേരളത്തെ മോചിപ്പിച്ച് ഒരു സംസ്ഥാനത്തെ പുരോഗതി കൈവരിക്കത്തക്ക നിലയിലുള്ള കർമ്മ പദ്ധതികൾക്കാണ് നമ്മൾ രൂപം കൊടുക്കുന്നത്. വരും ദിവസങ്ങളിൽ ജനങ്ങൾക്ക് ബോധ്യപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. നാടിനും നാട്ടുകാർക്കും വേണ്ടിയിട്ടുള്ള കർമ്മ പദ്ധതികൾ ഓരോന്നോരോന്നായി നമ്മൾ നടപ്പാക്കുകയാണ്. നമ്മൾ 5 ഗ്യാരണ്ടികൾ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു. അത് 2 നമ്മൾ നടപ്പാക്കി കഴിഞ്ഞു. ഒന്ന്, വയോജനങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ മന്ത്രാലയം അതുണ്ടാക്കി. സ്ത്രീകൾക്ക് ട്രാൻസ്പോർട്ട് ബസ്സിൽ സൗജന്യം ആദ്യപടിയായി നമ്മൾ ഓർഡിനറി ബസ്സിൽ ഇപ്പോൾ സൗജന്യം നൽകിയിരിക്കുകയാണ്. ഭാവിയിൽ മറ്റ് ബസ്സുകൾ കൂടി നൽകാനുള്ള ആലോചനയുണ്ട്. ഇനി ബാക്കി 3 നമുക്കുണ്ട്, അതുകൂടി നമ്മൾ പൂർത്തിയാക്കും. അപ്പോൾ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചുകൊണ്ട് കേരള ജനതയുടെ ജീവിതത്തിൽ സമ്പൂർണ്ണമായ മാറ്റം വരുത്തുന്ന പുതിയ പദ്ധതികളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകും. നിങ്ങൾക്കറിയാം, ഓപ്പറേഷൻ തുഫാൻ ഇപ്പൊ ജനങ്ങളുടെ മനസ്സ് കീഴടക്കിയ ഏറ്റവും വലിയ പദ്ധതിയാണ്. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിൽ സംഘടിപ്പിച്ച ലഹരി ബോധവൽക്കരണ പരിപാടി ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ, രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ, തൃശൂർ റൂറൽ ജില്ലാ പോലീസ് സൂപ്രണ്ട് മുഹമ്മദ് നദിമുദ്ദീൻ, സെന്റ് ജോസഫ് കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ബ്ലസ്സി എന്നിവർ പങ്കെടുത്തു. തുഫാൻ ഇന്ന് കേരള ഗവൺമെന്റ് പരിപാടിയല്ല, ജനങ്ങളുടെ പരിപാടിയാണ്, നിങ്ങളുടെ പരിപാടിയാണ്. ഇത് ജനങ്ങളാകെ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ പരിപാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ യുവതലമുറയെ മയക്കുമരുന്നിൽ നിന്നും മദ്യത്തിൽ നിന്നും രക്ഷിക്കാനുള്ള ഒരു വലിയ പോരാട്ടത്തിൻ്റെ മുന്നിലാണ് നമ്മളെല്ലാവരും. കേരളം നശിക്കാൻ പാടില്ല, കേരളത്തിലെ യുവത്വം എരിഞ്ഞു തീരാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് കഴിഞ്ഞ 54 ദിവസമായി കേരളത്തിൽ ഓപ്പറേഷൻ തുഫാൻ എന്ന മഹത്തായ ജനകീയ മുന്നേറ്റം സംഘടിപ്പിച്ചിട്ടുള്ളത്. 7700-ലധികം ആളുകളെ ഇതിനകം തന്നെ അറസ്റ്റ് ചെയ്തു. 6500 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഏതാണ്ട് 70 കോടി രൂപയുടെ ലഹരി പദാർത്ഥങ്ങൾ പിടിച്ചെടുത്തു. 70ഓളം ആളുകൾ ഇപ്പോൾ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. അങ്ങനെ കേരളത്തിൻ്റെ 4 അതിർത്തികളിൽ നിന്നും ഈ ലഹരി മാഫിയയെ തൂത്തെറിയാൻ, രാസലഹരിയെ തൂത്തെറിയാൻ വേണ്ടി നടത്തുന്ന ഈ വൻപിച്ച ജനമുന്നേറ്റത്തിൽ പങ്കാളിയായ സെന്റ് ജോസഫ് കോളേജിലെ എൻ്റെ എല്ലാ സഹോദരിമാർക്കും ഞാൻ ഈ സന്ദർഭത്തിൽ
നമുക്ക് മുൻപിലുള്ള പ്രകൃതി ദുരന്തങ്ങളാണ് പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതെന്ന് സംസ്ഥാന യുവജനക്ഷേമ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിൽ സംഘടിപ്പിച്ചിരുന്ന ഋതു അന്താരാഷ്ട്ര പരിസ്ഥിതി ചലച്ചിത്രമേളയോടനുബന്ധിച്ചുള്ള കുമ്പിളൂട്ടിന്റെ കലവറ തുറക്കൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുനിസിപ്പൽ കൗൺസിലർ PV ശിവകുമാർ, കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ബ്ലസ്സി, കായിക വകുപ്പ് മേധാവി ഡോക്ടർ സ്റ്റാലിൻ റാഫേൽ എന്നിവർ പങ്കെടുത്തു. എന്തെങ്കിലും വളരെ മനോഹരമായ രീതിയിൽ തന്നെ ഉള്ളൊരു ചിന്തയാണ്. കാരണം പരിസ്ഥിതി സംരക്ഷണം നമ്മളെല്ലാവരും സ്കൂൾ പാഠപുസ്തകങ്ങൾ തൊട്ട് പഠിക്കുന്നതും എല്ലാ വർഷവും ജൂൺ 5-ാം തീയതി ഏതെങ്കിലും 2 വൃക്ഷത്തൈകൾ നട്ട് അടുത്ത വർഷം വീണ്ടും ഒരു വൃക്ഷത്തൈ നടാൻ വരുമ്പോൾ ആ സ്ഥലം വളരെ പ്ലെയിനായി വീണ്ടും കിടക്കുകയും ചെയ്യും. വീണ്ടും നടുന്ന ഒരു പരിപാടിയായി കുറേയേറെ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കും. കഴിഞ്ഞ ജൂൺ 5-ന്റെ പരിപാടിയിൽ ഞാൻ പങ്കെടുത്ത സമയത്ത് ഞാൻ തന്നെ ആലോചിച്ചു, ഞാനൊക്കെ ഈ കഴിഞ്ഞ 10-20 വർഷക്കാലത്തിനിടയിൽ സംഘടനാ പ്രവർത്തനത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയൊക്കെ ഭാഗമായി പലയിടങ്ങളിലും നട്ടുവെച്ച് പോയ തൈകളൊക്കെ ഇന്നൊരു മരങ്ങളായി മാറിയിരുന്നെങ്കിൽ എത്രയോ മരം ഉണ്ടായിരുന്നെന്ന് ഞാൻ ആലോചിച്ചു. എല്ലാ വർഷവും പരിസ്ഥിതി ദിനത്തിന് ജൂൺ 5-ന് പോയി ഒരു വൃക്ഷത്തെ നടലും വൃക്ഷത്തെ വിതരണമൊക്കെ നമ്മൾ നിരന്തരമായി നടത്തുന്നതാണ്. പക്ഷെ ഒന്നും പച്ച പിടിക്കാറില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. 1-2 വർഷത്തിനുള്ളിൽ തന്നെ ഒന്നുകിൽ മറ്റേതെങ്കിലും രീതിയിൽ നശിപ്പിക്കപ്പെടുകയോ അതല്ലെങ്കിൽ അത് അവിടെ തന്നെ ഇല്ലാതായി പോകുന്ന സാഹചര്യമൊക്കെ കാണാറുണ്ട്. അപ്പോൾ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് നമ്മൾ കുറേയേറെ കാലം മുമ്പേ തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു, ചിന്തിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം വലിയ രീതിയിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായ സമയത്ത് കേരളത്തിലെ പൊതുസമൂഹം മുഴുവൻ പറഞ്ഞു, അന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ശരിയായിരുന്നു എന്ന് പറയപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ ഏറ്റവും അവസാനം വീണ്ടും വയനാട്ടിൽ ഇത്തവണയും ഉരുൾപൊട്ടലുണ്ടായി, ഇത്തവണയും മണ്ണിടിച്ചിലുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ വർഷം വയനാട് കൽപ്പറ്റയിൽ മുണ്ടക്കൈ ചുരുൾമലയിലെ ഈ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്ത് 10-15 ദിവസക്കാലം അതിൻ്റെ ഭാഗമായി അവിടെ പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഇടപെടൽ കൊണ്ട് ഒരു യുവജന സംഘടനയുടെ ഭാരവാഹി എന്ന നിലയ്ക്ക് ഞങ്ങളുടെ സഹപ്രവർത്തകർക്കൊപ്പമൊക്കെ കുറേയേറെ ദിവസങ്ങളോട് ഉണ്ടായിരുന്നതാണ്. പ്രകൃതിയോട് എത്രയൊക്കെ എതിരിടാൻ മനുഷ്യൻ ശ്രമിച്ചാലും തിരിച്ചു പ്രകൃതി റിയാക്ട് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് മനുഷ്യൻ കെട്ടിപ്പൊക്കി ഉണ്ടാക്കുന്ന സൗധങ്ങളും ക്ഷേത്രങ്ങളും ദേവാലയങ്ങളും എല്ലാം തന്നെ എത്ര നിസ്സാരമായത് തുടച്ചു നീക്കപ്പെടുമെന്നുള്ളതിനെ സംബന്ധിച്ച് അവിടെ ഒരു തവണ പോയി തിരിച്ചു വന്നാൽ നമുക്ക് എന്ന് വിശ്വസിക്കുന്നു. അതിന് ഏറ്റവും യോജിച്ച ഒരാൾ തന്നെയാണ് അദ്ദേഹം. കൗതുകത്തോടെയാണ് കാണുന്നത്. തന്റെ വ്യക്തിജീവിതത്തിലും പൊതുജീവിതത്തിലും സെന്റ് ജോസഫ് കോളേജ് ചെലുത്തിയ സ്വാധീനം വളരെ വലുതായിരുന്നുവെന്ന് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ വകുപ്പ് മന്ത്രി KA തുളസി അഭിപ്രായപ്പെട്ടു. ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും മുൻ അധ്യാപികയും കൂടിയായ മന്ത്രി KA തുളസിക്ക് നൽകിയ സ്നേഹാദരത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അവർ. കോളേജിൽ നടന്നുവരുന്ന ഋതു അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഭാഗമായി മന്ത്രി KA തുളസി ഋതുമുറ്റം ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ബ്ലസ്സി, ചരിത്ര വിഭാഗ മേധാവി ഡോക്ടർ ജോസ് കുര്യാക്കോസ്, ഋതു സ്റ്റുഡന്റ് കോർഡിനേറ്റർ അരുണിമ എന്നിവർ പങ്കെടുത്തു. അത് തീർച്ചയായിട്ടും നിർണായകമായ സ്വാധീനം ചെലുത്തിയ ഒരു സ്ഥാപനം ഏതാണ് എന്ന് ചോദിച്ചാൽ എനിക്കൊരു സംശയത്തിനും ഇടയില്ലാതെ പറയാൻ കഴിയും സെന്റ് ജോസഫ് കോളേജ് എന്നെനിക്ക് അടിവരയിട്ടുകൊണ്ട് പറയാനായിട്ട് സാധിക്കും. കാരണം ഈ കോളേജിൽ ഞാൻ എത്തിച്ചേരുന്നത് ഒരു അഡോളസെന്റ് സ്റ്റേജിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അഡോളസെന്റ് സ്റ്റേജിൽ നമുക്ക് പലതരത്തിലുള്ള മാനസിക വികാരങ്ങളുള്ള സമയമാണ്. പല പ്രലോഭനങ്ങളിലേക്ക് നമ്മൾ വീണു പോകാവുന്ന സാഹചര്യങ്ങളുള്ള ഒരു പ്രായം കൂടിയാണ്. പക്ഷേ ആ കാലഘട്ടത്തിൽ ഈ കോളേജിൽ എത്തിച്ചേർന്നപ്പോൾ സാവിത്രി ലക്ഷ്മൺ മിസ്സിനെ പോലുള്ള അധ്യാപകർ, അവരെല്ലാവരും, അതുപോലെ സിസ്റ്റേഴ്സ്, അവരെല്ലാവരും തന്നെ നിരന്തരമായിട്ട് നമ്മളോട് സംവേദിക്കുന്നത് കൊണ്ട് മറ്റൊന്നിലേക്കും വഴിതിരിഞ്ഞു പോകാതെ നമ്മുടെ ചിന്തകളെ ഈ പഠനത്തിലേക്ക് കേന്ദ്രീകരിച്ച് നിർത്താനായി ഈ കോളേജ് എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് മലയാളം മീഡിയത്തിൽ നിന്ന് ഒരു ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് മാറിയപ്പോൾ സെൻറ്റ് ജോസഫിലേക്ക് വന്നപ്പോൾ എനിക്ക് തുടക്കത്തിലൊക്കെ കുറച്ച് ഭയമുണ്ടായിരുന്നു, പ്രത്യേകിച്ച് സെൽഫ് ഇൻട്രഡക്ഷൻ നടന്ന സമയത്ത് ടിവിയിലൊക്കെ അത് ഓർമ്മയുണ്ട്. അപ്പോൾ അന്ന് എനിക്ക് തോന്നി നമ്മൾ ഭാഷ പഠിക്കാതെ നമുക്ക് നിർവാഹമില്ല.
സാവിത്രി ലക്ഷ്മി മിസ്സും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ മീനാക്ഷി തമ്പാൻ മിസ്സും. ഇവർ രണ്ടുപേരും നമ്മുടെ ജീവിതത്തിൽ ഭാഷയുടെ ആ ഒരു സ്വാധീനവും അത് കൂടുതൽ പദസമ്പത്തുകൾ നമ്മുടെ ഓർമ്മയിലേക്കും ബുദ്ധിയിലേക്കും എത്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയുമൊക്കെ നിരന്തരമായിട്ട് ഞങ്ങളെ ഓർമ്മിപ്പിക്കുമായിരുന്നു. അതുപോലെ തന്നെ മറിയാമ്മ ഫിലിപ്പ് മിസ് ഉൾപ്പെടെയുള്ള ടീച്ചർ. ഇരിങ്ങാലക്കുട ITU ബാങ്കിലെ നിക്ഷേപം തിരികെ ലഭിക്കാൻ നടപടി ആവശ്യപ്പെട്ട് ITU ബാങ്ക് നിക്ഷേപക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് നിവേദനം നൽകി. വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിലെത്തിയ രമേശ് ചെന്നിത്തലയ്ക്ക് സംരക്ഷണ സമിതി പ്രസിഡന്റ് പ്രിൻസ് ചക്കാലക്കൽ നിവേദനം നൽകി. നേരത്തെ സെന്റ് ജോസഫ് കോളേജിന് മുന്നിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച പ്ലക്കാർഡുമായി നിക്ഷേപ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നിക്ഷേപകർ നിലയുറപ്പിച്ചിരുന്നു. കാറളം ജലശുദ്ധീകരണശാലയിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ജൂലൈ 29-ന് ബുധനാഴ്ച കാറളം, കാട്ടൂർ, പടിയൂർ, പൂമംഗലം എന്നീ പഞ്ചായത്തുകളിലേക്ക് ശുദ്ധജല വിതരണം ഉണ്ടായിരിക്കുന്നതല്ല. ഉപഭോക്താക്കൾ വേണ്ട മുൻകരുതലുകൾ എടുക്കണമെന്ന് വാട്ടർ അതോറിറ്റി അധികൃതർ അറിയിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.